പോസിറ്റീവായ നിരവധി വാർത്തകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അതൊന്നും കാണാൻ കണ്ണുള്ള മാധ്യമ പ്രവർത്തകർ ചുരുക്കം. ദില്ലിയിലെ ഒരു അരാജകവാദിയെ പൊക്കിപ്പിടിച്ചു നടക്കുന്ന കേരള മാപ്രകളെ കുറിച്ചോർത്ത് ലജ്ജിക്കണം. 15 കേസിലെ പ്രതി, വയസ്സ് 32 ഇപ്പോഴും JNUവിൽ ഗവേഷണത്തിൽ. വാഴക്കുല പ്രബന്ധം പോലുള്ള ഉഡായിപ്പിലാകും ഇവറ്റകളുടെ ഗവേഷണം എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. നാടിന് ഗുണമില്ല, വീട്ടുകാർക്ക് ഗുണമില്ല, ഒരു ജോലി ചെയ്യാൻ അറിയില്ല. 32 വയസ്സായിട്ടും പഠനം തീർന്നിട്ടില്ല. ആകെ അറിയാവുന്നത് ആസാദി എന്ന് പറഞ്ഞ് അലറാനും രാജ്യത്ത് കലാപം സംഘടിപ്പിക്കാനും ആരെയെങ്കിലും ഊറ്റി ജീവിക്കാനും മാത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ഈ പറഞ്ഞത് ജിതിൻ കെ ജേക്കബ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റിലെ പ്രധാനപ്പെട്ട വാചകങ്ങളാണ്. അദ്ദേഹം വളരെ വേദനയോടെ പറയുന്നത്, നമുക്ക് ഒരുപാട് അംഗീകാരം നേടുന്ന വ്യക്തികൾ നമ്മുടെ രാജ്യത്തുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അവരെ കുറിച്ചൊന്നും ഒന്നും പറയാതെ മാധ്യമപ്രവർത്തകരായ ചില അരാജകവാദികളെ ഒക്കെ പൊക്കിപ്പിടിച്ച് അവരുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അത്തരത്തിലുള്ള കലാപത്തിന്റെ വാർത്തകളിൽ ഊറ്റം കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ആ പോസ്റ്റ് വായിക്കാം. മലയാളികൾ ആരെങ്കിലും നന്ദിത സിൻഹ എന്ന പേര് കേട്ടിട്ടുണ്ടോ? പ്രത്യൂഷ് കുമാർ എന്ന പേര് കേട്ടിട്ടുണ്ടോ? പവൻകുമാർ, നാഗ് ഭാരത് തുടങ്ങിയ പേരുകൾ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ പോട്ടെ, വയനാടുകാരനായ PC മുസ്തഫയെ അറിയുമോ? എവിടെ? ഇവരുടെയൊന്നും പേരുകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരില്ല. കാരണം ഇവരെ പോലുള്ള ചെറുപ്പക്കാരെ മാതൃകയാക്കാൻ നമ്മുടെ യുവജനങ്ങൾ ശ്രമിച്ചാൽ പിന്നെ രാജ്യത്ത് കലാപവും അരാജകത്വവും ഒക്കെ ആരുണ്ടാക്കും? മിന്ത്രയുടെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ നന്ദിത സിൻഹ സ്വിഗ്ഗി ഇൻസ്റ്റലേഷന്റെ തലപ്പത്തേക്ക് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്ത. ഇന്ത്യക്കായി സോവറിൻ AI, അതായത് സ്വദേശീയ AI വികസിപ്പിക്കുന്ന സർവം AI എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പിന്റെ ഒരു പ്രസ്താവനമാണ് പ്രത്യൂഷ് കുമാർ എന്ന 38-കാരൻ. ബാംഗ്ലൂർ ആസ്ഥാനമായ ആ കമ്പനിയുടെ വിപണി മൂല്യം $1.5 ബില്യൺ കഴിഞ്ഞ ദിവസം എത്തി. പവൻകുമാർ, നാഗ് ഭാരത് തുടങ്ങിയ 2 ചെറുപ്പക്കാർ തുടങ്ങിയ സ്കൈറൂട്ട് എന്ന സ്റ്റാർട്ടപ്പ് സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ റോക്കറ്റ് 2026 ജൂലൈ 18 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ചു. ഇത് ഇന്ത്യയുടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷിയുള്ള ലോകത്തിലെ 3ാമത്തെ രാജ്യമാക്കി മാറ്റി എന്നതും എടുത്തു പറയണം. ഇന്ത്യയിലെ പ്രമുഖ ഫ്രഷ് ഫുഡ് ബ്രാൻഡുകളിൽ ഒന്നായ ID ഫ്രഷ് ഫുഡിന്റെ സ്ഥാപകനാണ് 45-കാരനായ PC മുസ്തഫ. ഇപ്പോഴത്തെ അവരുടെ കമ്പനിയുടെ ഏകദേശ വിപണി മൂല്യം 4450 കോടിയാണ്. ഇത്തരം പോസിറ്റീവായ ഒരുപാട് വാർത്തകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഇപ്പോഴും മാപ്രകളൊക്കെ ഡൽഹിയിലെ അരാജകവാദികളുടെ പിന്നാലെ നടക്കുകയാണ്. പ്രത്യേകിച്ച് കേരള മാപ്രകൾ. പോരാട്ടമാണ് അത്ര. എന്തിനോട് പോരാട്ടം? സ്വയം തോൽവിയായ ഇവറ്റകൾക്ക് ജീവിതത്തിൽ വിജയം നേടിയവരെ കാണുമ്പോൾ ഉണ്ടാകുന്നതാണ് നിരാശ. അത്രയുള്ളൂ. കോടതിയിൽ അടച്ച പിഴത്തുക പോലും നാട്ടുകാരെ പിടിച്ചു പറിച്ചതാകാനേ വഴിയുള്ളൂ. ഈന്തപ്പഴത്തിനും അണ്ടിപ്പരിപ്പിനും ഗൾഫിൽ പോയി കുനിഞ്ഞു നിൽക്കുന്ന മാപ്രകൾ ഇത്തരം അരാജകവാദികളെയും ഗൾഫിൽ നിന്നും ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ സാധ്യതയുള്ള തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. തോൽവികളായ ഇവറ്റകളുടെ അരാജകത്വവും കണ്ട് തുള്ളാൻ പോയാൽ നഷ്ടം അവർക്ക് മാത്രമാണ്. ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് ഇവറ്റകൾക്ക്. പിന്നെ സമരജീവികളായതുകൊണ്ട് ആരെയെങ്കിലും ഓസി ജീവിച്ചോളും. യഥാർത്ഥ യുവജനങ്ങൾ ഇന്ത്യയുടെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് കഠിനാധ്വാനം ചെയ്ത് വിജയം കണ്ടെത്തി രാജ്യത്തിനും കുടുംബത്തിനും മുതൽക്കൂട്ടാകുന്നു. ആരും ഒന്നും വീട്ടിൽ കൊണ്ടുതരില്ല. കഴിവുള്ളവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും അവസരങ്ങൾ ഒത്തിരി ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അതിന് കഴിവില്ലാത്തവരാണ് 32 വയസ്സായിട്ടും ആസാദിയും വിളിച്ച് നരകിക്കുന്ന ജീവിതവുമായി നടക്കുന്ന. തോൽവികൾ അവിടെ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കട്ടെ, തെറിപ്പാട്ട് പാടട്ടെ, അങ്ങനെയെങ്കിലും അവരുടെ ഫ്രസ്ട്രേഷൻ തീരുമെങ്കിൽ തീരട്ടെ. അവരെ കൊണ്ട് അത് മാത്രമേ പറ്റൂ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്തായാലും മാപ്രകളെ കുറിച്ച്, മാധ്യമ പ്രവർത്തകരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ വളരെ സത്യമാണ്, ശക്തമാണ്. കാരണം ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടുന്ന യുവാക്കൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ആകമാനമുണ്ട്. പക്ഷെ അവരുടെ ഒന്നും വിജയഗാഥകളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഒന്നും പോരാട്ടത്തെ കുറിച്ചോ പറയാതെ രാജ്യത്തിന് ഒരു പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ നടക്കുന്ന ചില അരാജകവാദികളുടെ പോരാട്ടത്തെ കുറിച്ച് പറയാൻ മാത്രമേ മാപ്രകൾക്ക് സമയമുള്ളൂ എന്ന് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.